രജിസ്റ്റർ ഓഫീസ്. എന്ത് കഷ്ടമാണ് നോക്കി. എത്ര നേരം എന്തറിയാമോ ഈ നിപ്പ് തുടങ്ങിയിട്ട് ഒറ്റള്ളത്തിന് ഒരു ഉത്തരവാദിത്വം ഇല്ല. ഈ ഓഫീസിലെ രജിസ്റ്റർ ബുക്ക് ഒപ്പിടാൻ പോലും കൃത്യസമയത്ത് ഒരു ഓഫീസർ ഇവിടെ വന്നിട്ടില്ല. എന്നിട്ട് ഇതിന്റെ പേര് രജിസ്റ്റർ ഓഫീസ്. വന്നല്ല വന്ന് ഇനി ഇപ്പുറത്തുനിന്ന് ഒരു ഫയൽ എടുത്തിട്ട് ആ മേശയിൽ വെക്കും. ഇനി ഈ സൈഡിൽ ടവൽ എടുത്തിട്ട് മൂക്ക് പൊത്തും. ഇനിയാണ് ടിസ്റ്റ്. അത് പൊളിച്ചു. ഞാൻ ഇത്തിരി പൗഡർ ഇട്ടതാ. പൗഡർ വല്ല കടയിലും പോയി മേടിച്ചിട്ട്. അയ്യോ കടയിൽ നിന്ന് ഇടാൻ പറ്റൂല, അത് കെമിക്കലാ. ഈ ഗോപന്റെ മുഖത്തെ ഗ്ലോ പോകും. പ്രകൃതിയിൽ നിന്ന് കിട്ടിയതല്ലേ, നാച്ചുറലാ. ഗ്ലോബോ നിന്നെ ഞാൻ അച്ചുതണ്ടിലിട്ട് ഓടിക്കും. ഹലോ, അതെ രജിസ്ട്രാർ അത് തന്നെ, രജിസ്ട്രാർ അത് തന്നെ. ഹലോ സാറേ, ഒരു മിനിറ്റ്. എന്താണ്? എന്റെ പേര് ഗോപൻ, കല്യാണം കഴിച്ചിട്ടില്ല, 46 വയസ്സ്. ഇവിടെ ചെക്കന്മാര് വരാതെ മിച്ചം എന്റെ പെണ്ണിനെ ഏതെങ്കിലും ഒരത്തിലെ കെട്ടാൻ വന്നേക്കുന്നത്. നീ എന്നോട് പറയണത്? അല്ല, സാറിനാ രജിസ്റ്റർ ചെയ്ത്, അപ്പൊ ഞാൻ എന്റെ രജിസ്റ്റർ ചെയ്യണ്ടേ? അയ്യോ, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യം തന്നെ. പക്ഷെ മറ്റുള്ളവർക്ക് അറിയില്ല, എന്നാലല്ലേ ഇത് മുന്നോട്ട് പോകുള്ളൂ. എന്റെ ഗോപ, നീ ഇറച്ചിക്കടയുടെ മുമ്പിൽ പട്ടി വന്ന് നിൽക്കണ പോലെ ഇവിടെ വന്നിട്ട് ഒരു കാര്യവും ഇല്ല. സാറ് ആ വർത്താനം എന്നോട് പറയരുത്. ഞാൻ ഇവിടെ വന്ന് നിൽക്കണേന് ഈ സാറിനുണ്ട് ഒരു ഉത്തരവാദിത്തം. ഞാൻ എന്ത് ചെയ്തു? പണ്ട് ഞാനൊരു പെണ്ണിനെ പ്രേമിച്ചിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ കൊണ്ടുവന്ന് കൂടെ ഒരു സാക്ഷിനെയും. ഈ പുള്ളിക്കാരൻ ചെയ്ത് എന്താണെന്ന് അറിയാമോ? വരന്റെ കോളത്തിൽ ഞാൻ ഒപ്പിടുന്നതിന് പകരം സാക്ഷിനെ കൊണ്ട് ഒപ്പിടിച്ചു, സാക്ഷിയുടെ കോളത്തിൽ എന്നെ കൊണ്ട് ഒപ്പിടിച്ചു. ഇപ്പൊ സാക്ഷിയും ആ പെണ്ണും കൂടി കുടുംബമായിട്ട് ജീവിക്കാം. അതിനകത്ത് നീ എന്നെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്നെ കണ്ടിട്ട് എനിക്ക് വരന്റെ ഫിഗർ തോന്നിയില്ലല്ലോ. അത് കൊള്ളാം. പക്ഷെ സാർ എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ ഒരു ദിവസം ഞാനിവിടെ നിൽക്കും. ഏതെങ്കിലും ഒരു മിച്ചം വന്ന പെണ്ണുണ്ടെങ്കിൽ അതിനെ ഞാൻ കെട്ടിയിരിക്കാം. എന്റെ ഗോപ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. നീ കല്യാണം കഴിക്കാതെ നിൽക്കുന്നതാണ് നിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. എന്റെ അളിയനുണ്ടല്ല 4 കല്യാണം കഴിച്ചതാ. എത്രണ്ണം? 4. സാറേ, വിശന്നിരിക്കണവന്റെ മുമ്പിൽ ബിരിയാണി തിന്നവന്റെ കഥ പറയല്ലേ. ഒന്നാമത്തെ ഡിപ്രഷൻ അടിച്ചിട്ട് നിൽക്കുക. ഈ ഡിപ്രഷൻ കാരണമുണ്ടല്ല എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. പിന്നെ ഞാൻ ഉറക്കത്തിൽ നിന്ന് ഒന്ന് എഴുന്നേക്കും, വെള്ളം കുടിക്കും, മൂത്രമൊഴിക്കും, എഴുന്നേക്കും, വെള്ളം കുടിക്കും, മൂത്രമൊഴിക്കും. ഇതിപ്പൊ എങ്ങനെ? അത് സാധാരണ പോലെ അതല്ലത്, ഈ കെട്ടിയ ഫയൽ കണ്ടോ? ഫയല് ഒരേ കെട്ടി. പക്ഷെ ഞാൻ എനിക്കിന്നവരൊരു കെട്ടാൻ പറ്റിയിട്ടില്ല. ഷേടാ, നിനക്കായിട്ടൊരു പെണ്ണ് എവിടെയോ ജനിച്ചിട്ടുണ്ട്. ഏതാ പണ്ടുള്ള കാരണവന്മാര് പറഞ്ഞിട്ടില്ലേ, കഴിക്കേണ്ട ഓരോ അരിമണിയിലും കഴിക്കേണ്ട ആളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. അത് കള്ളത്തരം. ഏതരിയിലാണ് ആണുങ്ങളുടെ പേര് എഴുതി വെച്ചാക്കണത്? എല്ലാ അരികളിലും പെണ്ണുങ്ങളുടെ പേരല്ലേ? സുമതി, ജയ, സുലേഖ. പിന്നെ ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു അരിയിൽ ആണിന്റെ പേര് എഴുതി. അതേത് പേര്? റോഷൻ അരി. എന്തായാലും നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, അറിയാവാ? നീ ഇട്ട് വന്ന എന്തൊക്കെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എടാ, ഈ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിച്ചു പോകും. പക്ഷെ കല്യാണം കഴിച്ചാൽ അത് ദഹിക്കാതെ പോകും. ഇങ്ങനെ കിടക്കും. പക്ഷെ അത് വേറെ കേസുണ്ട്. കല്യാണം കഴിക്കണതാണ് എപ്പോഴും നല്ലത്. കല്യാണം കഴിച്ചാൽ നമുക്ക് ഗുണമുണ്ട്. എന്ത് ഗുണം? ഈ കല്യാണ പെണ്ണിന്റെ ബന്ധുക്കളൊക്കെ നമ്മുടെ ബന്ധുക്കളാവും. അങ്ങനെ ചില പെണ്ണുങ്ങള് വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ നിന്റെ ഉള്ള ബന്ധുക്കൾ കൂടി പോകും. അത് ചില പെണ്ണുങ്ങളല്ലേ. ആ ചില മാറ്റിയിട്ട് നല്ലത് മാത്രം എടുത്താ പോരെ. നല്ലത് മാത്രം എടുക്കാനായിട്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാരിങ്ങനെ ഓടി നടക്കണത്. അതെ. അപ്പൊ ഞാൻ കാര്യം പറ്റേ, സാർ എങ്ങനെ എന്നെ പിന്തിരിപ്പിക്കാനും കുഴപ്പമില്ല. ഞാൻ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ നിൽക്കും. ഞാൻ ഏതെങ്കിലും പെണ്ണിനെ കെട്ടും. എടാ, ഇന്നേ വരെ ഒരു രജിസ്റ്റർ ഓഫീസിലും ഒറ്റയ്ക്ക് ഒരു പെണ്ണ് വന്നിട്ടില്ല. അപ്പൊ ഇത് നടക്കൂലേ? നടക്കത്തില്ലടാ. ആ പ്രതീക്ഷയും പോയി. ഇനി ഇതൊക്കെ ഞാൻ എന്തിനാണ് കൊണ്ട് നടക്കണത്? ഞാൻ വിളിക്കാം. ഈ ഓഫീസ് തുറന്നിട്ട് ഈ സാറുമാരത് എവിടെ പോയി കിടക്കുക? സാറേ. ഓ, അടിയെന്നായിരുന്നോ? ആരാ? ഓ, ഇങ്ങോട്ട് വന്നേ.
നിങ്ങളിങ്ങനെ ECGയുടെ വേരിയേഷൻ വരച്ച് കളിക്കാതെ എന്തെങ്കിലും കാര്യം ചോദിക്ക്. എനിക്ക് വല്ല സ്കോപ്പ് ഉണ്ടോ എന്നറിയാനാ. അതെ മോളെ എന്താ വന്നത്? സാറേ ഞാൻ ഒരു കല്യാണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വന്നതാ. എന്നാ ഒപ്പിട്. നീ ഒപ്പിടാൻ പറഞ്ഞു. നീ ഇങ്ങോട്ട് മാറിയിരിക്കടാ. കൊച്ചൊപ്പിട്. എന്തിനു കൊച്ചൊപ്പിടുന്നത്? ഒരു വലിയ ഒപ്പിട്ടോ. അതല്ലത് എന്റെ പൊന്നു മോളെ, മോളൊന്ന് ഒപ്പിട്ടതാ. ഒരു ചെറിയ പ്രശ്നമുണ്ട്, ചെക്കൻ വന്നിട്ടില്ല. ഒപ്പിടത്തെ. ഒപ്പിടാൻ വരട്ടെ. ചെറിയൊരു സ്കോപ്പ് ഉണ്ട്. നിനക്കൊരു കോപ്പുമില്ല. അയ്യോ സാറേ ഈ ഓഫീസ് എത്ര മണി വരെ ഉണ്ട്? 3 മണി വരെ. പക്ഷെ ഞാൻ 6 മണി വരെ ഉണ്ടാവും. സാറേ ഞാനൊരു കോൾ ചെയ്യട്ടെ? നിനക്ക് ചെറിയൊരു സ്കോപ്പ് ഉണ്ട്. ആണ് സാറേ. സാറിന്റെ നാവ് പൊന്നാവട്ടെ. ആ നാക്കൊന്ന് കിട്ടിക്ക്. അയ്യേ ഇത് ക്ലാവ് പിടിച്ച ചെമ്പാണ്. വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ചെക്കനെങ്ങാനും വന്ന അങ്ങനെ പറയുന്നു. ചെക്കനെങ്ങാനും വന്നില്ലെങ്കിൽ അങ്ങനെ പറ. ചാൻസ് ഉണ്ട്. പക്ഷെ ആ കൊച്ചിന്റെ മനസ്സ് നീ ഒന്ന് അറിയണം. അതെങ്ങനെ? നീ പോയി സംസാരിക്കണം. സംസാരിക്കണ്ടേ? നീ എന്താ സംസാരിക്കാൻ പോണത്? എന്റെ മുത്തേ. എന്റെ ദൈവം, ഇവനിപ്പോഴും പഴയ അമരത്തിൽ കിടക്കുവാ. കാലഘട്ടമൊക്കെ മാറി. അല്ല ഇതൊരു കാര്യം, ഞാൻ പോയി കഴിഞ്ഞാൽ അത് ആകെ പൊളിയും. സാർ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നിട്ട് ആ കൊച്ചിന്റെ മനസ്സിൽ ഒരു പുരുഷന്റെ സങ്കല്പം എങ്ങനെയാണെന്ന് അറിയി. അപ്പൊ എനിക്ക് സ്കോപ്പ് ഉണ്ടോ എന്ന് അറിയാല്ല. മോളെ ആരാണ് പിള്ളേരെ ഷൂസെ ചവിട്ടിരിക്കുന്നത്? ഞാനല്ല. ഇവിടെ നിന്നായിരുന്നാ? സാറേ അവൻ ഫോൺ എടുക്കുന്നില്ല. ഫോൺ എടുക്കുന്നില്ലേ? ഒപ്പിട്ടോട്ടെ. ഒപ്പിടാൻ വരട്ടെ. എനിക്കിവിടെ സ്കോപ്പ് ഉണ്ട്. നിനക്കൊരു കോപ്പുമില്ല. അയ്യോ ഒന്നുകൂടി വേറെ നമ്പറിൽ വിളിച്ചു നോക്കിയേ. വിളിച്ചിട്ട് കിട്ടുന്നില്ല സാറേ. ഒപ്പിട്ടോട്ടെ. ഒപ്പിടാൻ വരട്ടെ. അയ്യോ എനിക്ക് കെട്ടാൻ പറ്റുമോ? അയ്യോ ഹലോ. അപ്പൊ എന്താണ്, ചെക്കൻ വരൂലേ? കിട്ടുന്നില്ല സാറേ. ഇത് കേട്ടോ, ഈ സുന്ദരിയായ പെണ്ണിന് ഇവിടെ വയ്യാധാരമാക്കിയിട്ട് ആ ദുഷ്ടം പോയില്ലേ? എന്നെ പോലുള്ള ചെക്കന് തുടങ്ങില്ലാതെ ഈ കൊച്ചെങ്ങനെ ജീവിക്കും? കാര്യം പറ. അതെ മോളെ, വേറെന്തുമല്ല, നിങ്ങളെപ്പോലുള്ള പെൺകുട്ടികൾ ഒരുപാട് സൗന്ദര്യമുള്ള ചെക്കന്മാരെ തിരക്കി പോകും. അവസാനം ഇതുപോലെ അവന്മാരെ നിങ്ങളെ തേക്കുകയും ചെയ്യും. അയ്യോ എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ അവന്റെ ഹൈറ്റോ മുടിയോ കളറോ ഒന്നും നോക്കിയിട്ടല്ല സ്നേഹിച്ചേ. എന്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മനസ്സ്, അങ്ങനെയല്ലേ വേണ്ടത്? അല്ലേ മാമ? അല്ല അങ്ങളെ. വിളിച്ചു കേട്ടോ മാമ. നിന്റെ ഈ അരി വെന്ത് ചോറായിട്ട് നീ ഇനി എന്ന് കഴിക്കാനാടാ? ഞാൻ അരിയിട്ട വെള്ളം ഇനി വെറുതെ തിളക്കത്തേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, നീ അത് വിട്. ശരിയാണ് സാറേ, എനിക്കിതിലൊന്നും വിധിയില്ല. എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ മതിയല്ല. പക്ഷെ കുട്ടി, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ ഒരു വിചാരമുണ്ട്. കുറെ താടിയും മുടിയൊക്കെ വളർത്തി ഈ പൊക്കമുള്ള ഡൂക്കേലി പതുങ്ങിരുന്ന് ഓടിക്കുമ്പോ അവർക്കാണ് സ്നേഹക്കൂടലെന്ന്. പക്ഷെ അത് വെറും തെറ്റിദ്ധാരണയാണ് കുട്ടി, തെറ്റിദ്ധാരണ. നട്ടാറ വെയിലത്തും മഴയത്തും പാടത്തും വെയിലത്തും പണിയെടുത്ത് സ്വന്തം ഭാര്യയെ പൊന്നുപോലെ നോക്കുന്ന എന്നെ പോലുള്ള ചെറുപ്പക്കാര് 100 പേരുണ്ട് കുട്ടി, 100 പേര്. കെട്ടിയ പെണ്ണിന്റെ കണ്ണൊന്നും നിറഞ്ഞാൽ ചങ്കിടുന്ന 100 ചെക്കന്മാരുണ്ട് കിട്ടി. 100 ചെക്കന്മാര്. ഒരു മിനിറ്റ്. സാറേ വരുൺ അപ്പുറത്തെ രജിസ്റ്റർ ഓഫീസിൽ നിൽക്കുക. പോട്ടെന്നാല് മാമ വരട്ടെ. ഈ സിറ്റുവേഷനിലെ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ വിഷമിക്കുക. ഇതിന്റെ നടുക്ക് ഒരു സൈക്കിളിന്റെ റിം അങ്ങോട്ട് സെറ്റ് ചെയ്താ നല്ല ഉഗ്രനൊരു റീത്ത് ഉണ്ടാക്കാം. അതേതോ എലി കൊണ്ടുപോയി. ഒരു സെക്കൻഡ് തരണേ, ഒരു കൗണ്ടർ പറയാൻ വേണ്ടിയാണ്. അതെ ചേട്ടാ, ചേട്ടന്റെ പേര് എഴുതിയ അരി എവിടെയാണെന്നറിയോ? ആ കൊണ്ട എലി. അല്ല അത് എലി എടുത്തിട്ടുണ്ടോ? ഞാനാ. ഇട്ടോളൂ മാല. മാല കൊണ്ടുപോയോ? ഇതാണ് ആലിങ്കായ വഴുക്കുമ്പോ കാക്കട വായിൽ പുണ്ണായിരിക്കും. അങ്ങനെയും ഒരു കല്യാണം കഴിക്കാന്ന് വിചാരിച്ചു. നോൺ സ്റ്റോപ്പ് കോമഡിയാണ്. ഒരു ഗ്യാപ്പ് ഇല്ല. നമ്മുടെ ഈ സ്കിറ്റിന്റെ ഒരു പശ്ചാത്തലം എടുക്കുകയാണെങ്കിൽ രജിസ്റ്റർ ഓഫീസ് ഞാൻ പോയിട്ടുണ്ട്. കാരണം ഇന്റർകാസ്റ്റ് മാരേജ് നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ പോയായിരുന്നു ചെയ്യേണ്ടത് എന്ന് പറയുന്നല്ലോ. ഇവിടെ എത്ര പേര് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ടുണ്ട്?
കല്യാണം കഴിക്കാൻ. ഞാൻ അത് എന്റെ വിറ്ററിയാമോ? അതാണ് എനിക്ക് കഥ കേൾക്കേണ്ടത്. അല്ല, ഞാന് രജിസ്റ്റർ ഓഫീസ് ഇന്റർകാസ്റ്റ് ആയതുകൊണ്ട് വഞ്ചിയൂർ പോയി ചെയ്യണം. അപ്പൊ ഞാൻ എനിക്ക് ഡ്രസ്സൊക്കെ ഉണ്ട്. എനിക്ക് ബാദുഷക്കാണ് ഡ്രസ്സ് എടുത്തു തന്നു, കല്യാണ ചെറുക്കൻ്റെ ഡ്രസ്സ്. ആരും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട് താഴെ വന്നു, ജുവലറിയിൽ നിന്ന് താലി കൊണ്ടു തന്നു. ഇതെല്ലാം കൊണ്ടുവന്നപ്പം ഈ രജിസ്റ്റർ ഓഫീസിന്റെ താഴെ സീരിയലിന്റെ ഷൂട്ട് കിടക്കുന്നു. സീരിയലിന്റെ ഷൂട്ട്. അങ്ങനെ ഞാൻ രജിസ്റ്റർ ഓഫീസിലോട്ട് കയറി പോയപ്പോ എന്റെ വീട്ടിന്റെ അടുത്തുള്ള, അതായത് എന്റെ അമ്മ വാർഡ് മെമ്പർ ആയിരുന്നു. അമ്മയുടെ കൂടെ ജോലി ചെയ്ത ഒരു മെമ്പറിന്റെ, പുള്ളി അഡ്വക്കേറ്റ് ആണ്. അപ്പൊ തൊട്ടടുത്ത് വഞ്ചിയൂർ കോടതിയല്ലേ, പുള്ളി മേളിൽ നിന്ന് ഇറങ്ങിയിരുന്നു, ഞാൻ മേളിലോട്ട് കയറി ചെല്ലുന്നത്. അപ്പൊ എന്നെ നോക്കിട്ട് ഈ സീരിയലിലുണ്ട്. അപ്പൊ ഞാൻ അതെ. എന്നിട്ട് ഞാൻ വേറെ ചെന്നു രജിസ്റ്റർ ഓഫീസ്. ഏറ്റവും വലിയ സംഭവം അറിയാൻ വെച്ചു, ഇന്റർകാസ്റ്റ് മാരേജ് കഴിയുമ്പോൾ നമുക്ക് ഒരു എമൗണ്ട് കിട്ടും. ഇത് എത്രയോ വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയണത്. എത്ര കിട്ടും? 50 ഒന്നോ ഉണ്ട്. അത് മാത്രല്ല നമ്മുടെ കുട്ടികൾക്കുള്ള ആനുകൂല്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ചേച്ചി. അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ കഥകളും കാര്യങ്ങളും ഒക്കെ. അല്ല, ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾക്ക് അവിടുന്ന് പൈസ കിട്ടിയിട്ടില്ല, ഇവിടുന്ന് നിങ്ങൾക്ക് എന്തായാലും ഈ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് പൈസ കിട്ടും അല്ലേ? നമ്മൾ ചിരിച്ച് പൈസ കിട്ടുന്നിടം വരെ എത്തിച്ചിട്ടുണ്ട്. അത് എത്ര കിട്ടും എന്നുള്ളതാണ് ഇപ്പൊ ഒരു സംശയം. അരി വേവിക്കോ? വാ നോക്കാം, എന്തായാലും അരി ഉണ്ട്, നോക്കാം വാ. കരനിറയെ പണമൊഴുകണ കളി, പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി, താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി, പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി, താളത്തിൽ ഞാൻ ഇവിടുന്ന് ഒരു 30 പോയി 40 ചേട്ടൻ്റെ അല്ല ഒരു സാധനം ഞാൻ കണ്ടത്. അല്ല, ഞാൻ പറയട്ടെ, അവിടെ ഉമ്മ കൊടുത്തു, ഇവിടെ കൊടുത്തു. ഞാൻ തരില്ല. അന്റെ എറിഞ്ഞു കൊടുത്തേ, അത് ഭയങ്കര മോശം. എറിഞ്ഞു കൊടുത്ത ഭയങ്കര മോശമായി. സോഫ്റ്റ് ആയിട്ട് കൊടുക്കും. കിടിലായിരുന്നു. യു ഗൈസ് ഡിസേർവ് ദിസ്. സത്യം പറഞ്ഞ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയായിരുന്നു. യെസ്, കൊടുത്തു ചേച്ചി. എന്തായാലും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു നിങ്ങളും എല്ലാവരും. അപ്പൊ അതിന് പ്രത്യേക താങ്ക് യു. പൈസ തരാൻ പോവായിരുന്നു.